ചോദിക്കുന്നുള്ളൂ. ട്രൗസറിലെ പാന്റിൽ മൂത്രമൊഴിച്ചിട്ടാണല്ലോ ഇയാൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും വന്നപ്പോൾ എവിടെ പോയി ഈ മഹാന്റെ ധൈര്യം? നിങ്ങളെ കണ്ടപ്പോൾ ട്രൗസറിൽ മൂത്രമൊഴിച്ചെന്നൊക്കെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതേ യതീഷ് ചന്ദ്ര. ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. എടോ, എന്റെ മുഖത്തൊരു വലിയ ഗുരു, എന്റെ മുഖം ആരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോ മൂലക്കുരു മൂല ആഗ്രഹിച്ചിട്ടാണല്ലേ? അതാണ് കേട്ടോ ലാസ്റ്റ് വരെ എല്ലാരും പറയട്ടെ എന്നുള്ളത്. വിദ്യാഭ്യാസം കുറഞ്ഞവരൊക്കെ പറയട്ടെ. മോളെ ബികോം കഴിഞ്ഞ് എന്താവാൻ ആഗ്രഹിക്കുന്നത്? m4mari.com. മോളെ ബികോം കഴിഞ്ഞ് എന്താവാൻ ആഗ്രഹിക്കുന്നത്? m4mari.com. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി. ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ? ഇന്ന് മുതൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കണം. TV ഒന്നും കാണണ്ടത് കേട്ടാ. TV കണ്ട അച്ഛൻ കേവള് കെട്ടി. മകളെ കരയണ്ട, മകളെ കരണ്ട കേട്ടാ. അമ്മ അകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും, ചെന്ന് കഴിക്കുക കേട്ടാ. ഡേ ചെന്ന് കഴിയ. അമ്മ അകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും. പോ മോനേടാ ഇങ്ങ് വാടാ. വേടൊരു ഡുരൽ, ഒരു കുരു ഡുരല്. മക്കളെ വേടൊരു ഡുക. നീ എന്തിനാടാ അങ്ങനെ മുകളോട്ട് നോക്കിയിരിക്കുന്നത്? ഡാ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? നീ ചില സിനിമയിലെ കണ്ടിട്ടില്ലേ, അലക്കിയിട്ട് ഡ്രസ്സ് പറന്നു പോകുമ്പോ എടുക്കാൻ വരുന്ന നായിക? നോക്കിയിരുന്നു, ഇപ്പൊ ആ കിളവൻ്റെ ഡ്രൈവർ പറന്നു വരും. നോക്കിയിരുന്നു, ഇപ്പൊ ആ കിളവൻ്റെ ഡ്രൈവർ പറന്നു വരും. നിങ്ങൾ ഈ രാജ്യത്തൊന്നല്ലേ ജീവിക്കുന്നത്? എലിയെ പിടിക്കാനാണ് പൂച്ച വളർത്തുന്നത്. നിങ്ങൾ തൈമന്റെ കടയിൽ ചെന്ന് എലിപ്പെട്ടി മേടിച്ച് വെച്ച് പാടുമല്ലോ ഉണ്ടോ? എലിപ്പെട്ടിയൊക്കെ വെച്ചതാ, അത് കേറണ്ടേ? ഈ എലിപ്പെട്ടിയുടെ ആൾക്ക് വെൽക്കോന്ന് എഴുതി വെച്ചാൽ എലി വന്ന് കയറുകയല്ല. പിന്നെ എന്താ ഒരു കപ്പക്കെട്ടം എടുത്ത് വെക്കണം, ചെറിയ കപ്പ മുറിച്ച് അതിനകത്തോട്ട് വെക്കണം. എടാ, കപ്പ ഒട്ടും ഇല്ല, ഒറ്റ എണ്ണ എടുക്കാൻ. എന്നാ പിന്നെ വല്ല ഉണക്കമീനോ കുത്തിയിട്ട് നോക്കി. നീ എന്തുവാ പറയുന്നത്? ഉണക്കമീൻ എന്താ വിലയെന്ന് അറിയാവോ? കിലോയ്ക്ക് 120 രൂപയാ. ഉണക്കമീനും ഇല്ലല്ലേ? എന്നാ പിന്നെ തേങ്ങാമുറി ഉണ്ടെങ്കിൽ ഒരു ചെറിയ തേങ്ങാമുറി കഷ്ണം എടുത്ത് വെച്ചാൽ. എടാ, കഴിഞ്ഞ ഇടി വെട്ടിയ സമയം ഓർക്കുന്നുണ്ടോ? തെങ്ങ് 4 പോയത്. അത് ശരി. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കപ്പയില്ല, ഉണക്കമീനില്ല, തേങ്ങാമുറിയില്ല, പിന്നെ എന്നാ മൂജാൻ ആ എലി വന്ന് അതിനകത്തോട്ട് കയറുന്നത്? നിങ്ങൾ അതിനൊന്നും കൊടുക്കണ്ട, അത് പട്ടിണി കിടന്ന് കത്തോളൂ. ഉണക്കമീനില്ല, തേങ്ങാമുറി, പിന്നെ എന്നാ മൂജാൻ ആ എലി വന്ന് അതിനകത്തോട്ട് കയറും കൂടി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ എൻ്റെ 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 ഉറ്റ ചങ്ങാതിയാണ് പൃഥ്വി. അവൻ്റെ 4-5 പടം ഹിറ്റായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ. അവൻ ചിലപ്പോൾ മറന്നു ഇവിടെ വരുമ്പോൾ പറയാൻ, പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുക്കാമെന്ന്. അവൻ്റെ ആ നല്ല മനസ്സിന് നന്ദി. അവൻ ചിലപ്പോൾ മറന്നു ഇവിടെ വരുമ്പോൾ പറയാൻ, പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവർക്കും 5000 രൂപ വെച്ച്